ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ AI ടൂൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. യൂട്യൂബിൽ മാത്രമല്ല വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എല്ലാം കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ചാറ്റ് GPT ഓപ്പൺ ആക്കണം. ചാറ്റ് GPT ഉപയോഗിച്ചാണ് നമ്മൾ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചാറ്റ് GPT എടുത്തിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാം. അതിനുവേണ്ടി റൈറ്റ് എ യൂട്യൂബ് ഷോർട്ട് സ്ക്രിപ്റ്റ് ഫോർ നമ്മുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിൻ്റെ പേര് ഓൺ ലെസ് ദാൻ 60 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് എടുക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് യൂട്യൂബ് ഷോർട്ട് സ്ക്രിപ്റ്റ് ഓൺ യുവർ ടോപ്പിക് അണ്ടർ 60 സെക്കൻഡ് അങ്ങനെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് ചാറ്റ് GPT ജനറേറ്റ് ചെയ്ത് തരും. ഈ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഇൻവീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു AI ടൂളുണ്ട്, വീഡിയോ ജനറേറ്റിംഗ് ടൂളാണ്. ആ ടൂള് ഓപ്പൺ ആക്കണം. അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. നമ്മളിത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം കാണുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ഷോർട്സ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം നമ്മുടെ യൂട്യൂബ് സ്ക്രിപ്റ്റിന്. അതിനുവേണ്ടി നമുക്ക് ചാറ്റ് GPT പോയി ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ടൈറ്റിൽ ഒരു അട്രാക്റ്റീവ് ടൈറ്റിൽ തരാൻ പറഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം അത് കോപ്പി ചെയ്തിട്ട് ഇൻ്റർഫേസിൽ വെച്ചതിന് ശേഷം ക്ലിക്ക് ഓൺ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് ഈ ഒരു ഇൻ്റർഫേസിൽ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ജനറേറ്റ് എ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ ഓഡിയൻസ്, മീഡിയയുടെ പേസ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് വാട്ടർമാർക്കോട് കൂടി മാത്രമേ ഇതിൽ ഫ്രീ വേർഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വാട്ടർമാർക്കോട് കൂടി ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 123 ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് വേണം നമുക്ക് ഈ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോകാം. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ് ചെയ്ത വീഡിയോ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ്സിൽ പോയിട്ട് ഞാനിത് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് റിമൂവ് ലോഗോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അത് നിങ്ങളുടെ റിമൂവ് ചെയ്യേണ്ട പാർട്ടിൽ കൂടെ വരച്ചിട്ട് അതിനെ അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ആ ഒരു സ്ഥലത്ത് നമ്മുടെ ലോഗോയോ ബ്രാൻഡ് നെയിമോ വല്ലതും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിൽ ചെറിയൊരു കളർ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി നമ്മുടെ ലോഗോയോ ഒരു സ്ക്രിപ്റ്റോ എന്തെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതിനും ഡൗൺലോഡ് ചെയ്യുമ്പം 720 പിക്സലിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ ദ ഫ്രീ വേർഷൻ. അല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അതും ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഷോർട്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാം യൂട്യൂബ് ഷോർട്സ്. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ഷോർട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നമുക്കൊരു ഫുൾ യൂട്യൂബ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ചാറ്റ് GPT എടുത്തിട്ട് റൈറ്റ് എ യൂട്യൂബ് സ്ക്രിപ്റ്റ് ഫോർ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് ടോപ്പ് AI ടൂൾസ് ഫോർ കോഡിംഗ് ആണ്. ആ സ്ക്രിപ്റ്റ് ചാറ്റ് GPT ജനറേറ്റ് ചെയ്യുന്നു. ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻവീഡിയോ എന്ന ആപ്ലിക്കേഷനിലോട്ട് പോകണം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് യൂസ് മൈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യണം. ഇത്തവണ യൂസ് മൈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സെലക്ഷനിലാണ് പോകേണ്ടത്. അതിനുശേഷം നമ്മുടെ കണ്ടന്റ് കോപ്പി ചെയ്ത് ഈ സ്ക്രിപ്റ്റിൻ്റെ ഇൻ്റർഫേസിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. പിന്നെ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ ചെയ്യണം. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ ടൈറ്റിൽ പേസ്റ്റ് ചെയ്യണം. ചാറ്റ് GPT പോയി ടൈറ്റിൽ എടുത്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യണം. പിന്നെ ജനറേറ്റ് എ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമ്മൾ ഷോർട്സിൽ ചെയ്ത പോലെ തന്നെ ഓഡിയൻസും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും പ്ലാറ്റ്ഫോമും സെലക്ട് ചെയ്ത് കണ്ടിന്യൂയെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ കാണാം. ദെൻ നമ്മുടെ വാട്ടർമാർക്കോട് കൂടി ഡൗൺലോഡ് ചെയ്യാം.
നമുക്ക് കാണാം ഡൗൺലോഡ്സിൽ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ വാട്ടർമാർക്ക് കുറച്ച് വലിയ സ്ക്രീനിലാണല്ലോ. അപ്പോൾ നമ്മുടെ പഴയ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ പാടായിരിക്കും. അതായത് 1 2 3 4 ആപ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെ കഴിഞ്ഞ് എഫിഷ്യൻറ്റ് നമുക്ക് ഓപ്പൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് ഇതിനെ റിമൂവ് ചെയ്യുന്നതാണ് ഒരു ബെറ്റർ ഐഡിയ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഓപ്പൺ ഷോട്ടിലോട്ട് ഈ വീഡിയോ ലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓഡിയോയും വിഷ്വൽസും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ട്രാക്കിലോട്ട് വലിച്ചിട്ട് ഈ വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെപ്പറേറ്റ് ഓഡിയോയിൽ പോവുക. അതിനുശേഷം സിംഗിൾ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും, വിഷ്വൽസും ഓഡിയോയുമായിട്ട്. എന്നിട്ട് ആ വിഷ്വൽസിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ നമുക്ക് ഓഡിയോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീ വെബ്സൈറ്റ്സ് ആയിട്ടുള്ള പിക്സാബൈ അല്ലെങ്കിൽ പിക്സൽസ്, സ്റ്റോക്സ് എന്ന് തുടങ്ങിയ വെബ്സൈറ്റുകളിൽ ഫ്രീ ആയിട്ടുള്ള ഇമേജസും വീഡിയോസും ലഭിക്കും. ആ വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ പിക്സാബൈയിലാണ് പോകുന്നത്. പിക്സാബൈയിൽ പോയിട്ട് എൻ്റെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ അടിക്കും. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള വിഷ്വൽസ് എനിക്ക് കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് വിഷ്വൽസ് ഞാൻ ഡൗൺലോഡ് ചെയ്യുവാണ് ഇവിടുന്ന്. നിങ്ങൾക്കും വീഡിയോസിന് ആവശ്യമായിട്ടുള്ള വിഷ്വൽസ് ഇതേപോലെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വെക്കണം ആദ്യം. ഓക്കെ, ഞാനിപ്പം അത്യാവശ്യം വേണ്ട വിഷ്വൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിഷ്വൽസ് എല്ലാം ഓപ്പൺ ഷോട്ടിലോട്ട് ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ നറേഷന് ആവശ്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വിഷ്വൽസ് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ എൻ്റെതായ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആക്കാം. ഓക്കെ, ഏകദേശം ഞാൻ വിഷ്വൽസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഈ പ്രൊജക്റ്റ് ഞാൻ സേവ് ചെയ്ത് വെക്കുവാണ്. സേവ് ചെയ്തതിന് ശേഷം ഞാനിത് എക്സ്പോർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഈ AI ജനറേറ്റഡ് വീഡിയോ ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. വാട്ടർമാർക്ക് ഒന്നുമില്ലാതെ വൃത്തിയായിട്ട് ഈ AI ജനറേറ്റഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ChatGPT ഉപയോഗിച്ച് ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്വന്തമായി സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇൻവീഡിയോയിൽ പോയി ഇത് പേസ്റ്റ് ചെയ്താൽ ഒരു AI ജനറേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അത് ഫ്രീ വേർഷനിൽ വാട്ടർമാർക്കോട് കൂടിയേ കിട്ടത്തുള്ളൂ. ആ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പൺ ഷോട്ട് എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ ഓഡിയോയും വിഷ്വൽസും സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വിഷ്വൽസ് എടുത്ത് കളയാം. എന്നിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള വിഷ്വൽസ് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. വളരെ സമയക്കുറവിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു യൂട്യൂബ് തംബ്നെയിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം വിത്തൗട്ട് യൂസിങ് ക്യാൻവ ഓർ അതർ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ChatGPT എടുക്കുക, എന്നിട്ട് ജനറേറ്റ് എ യൂട്യൂബ് തംബ്നെയിൽ ഫോർ ദ എബൌട്ട് ടോപ്പിക് ഇൻ PNG അല്ലെങ്കിൽ ഇൻ JPG. നിങ്ങൾ ഫോർമാറ്റ് ചേർക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇത് വേറെ HTML വെബ് വേറെ ഏത് ഒരു ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇൻ PNG എന്ന് തന്നെ കൊടുക്കണം. ChatGPT ഇത് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, ബട്ട് ഇതൊരു എഫിഷ്യൻറ്റ് വേ ആണ് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്കിപ്പോൾ കാണാം ടോപ്പ് AI ടൂൾസ് ഫോർ കോഡിങ്ങിന് ഒരു തംബ്നെയിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഡയറക്റ്റ്ലി യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാം, കാരണം ഇത് PNG ഫോർമാറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദീസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.